ഞാൻ എങ്ങനെ കാണാനടാ മരം മണ്ട? ഞാൻ ബാത്റൂമിനകത്തല്ലേ? എന്നാ വേണ്ട, അച്ഛൻ അവിടെ തന്നെ ആയിരുന്നോ? നല്ല കുട്ടിയല്ലേ നീ, ഒരു ചവിട്ടി ചവിട്ട്. ചവിട്ട്. ശക്തി പോരാ. ഇന്നലെ എനിക്ക് ചിക്കൻ സൂപ്പ് മേടിച്ചാലാന്ന് പറ്റിച്ചില്ലേ, അതുകൊണ്ട് എനിക്ക് ഇത്രയും ശക്തി ഉണ്ടാവൂ. സൂപ്പിന്റെ കണക്കൊക്കെ പിന്നെ പറയാ, നീ ഒരു തള്ളു തള്ളടാ. ഫുൾ ശക്തി എടുത്തു തള്ളുകളെ. പോരാ പോരാ പോരാ. എടാ വാഷ് ബേസിന്റെ താഴെ ഒരു ചുറ്റിക ഉണ്ടാവും, മോൻ അതെടുത്ത് പതുക്കെ ഒരു മുട്ടുമുട്ടിയേ. അച്ഛാ, ചുറ്റി കാണാനില്ല, ഒരു കോടാലി ഉണ്ട്, അത് വെച്ച് വെട്ടി പൊളിക്കട്ടെ ഡോറ്. അയ്യോ ചതിക്കല്ലേ, ഹൗസ് ഓണർ അറിഞ്ഞാൽ നമ്മൾ രണ്ടിനെ ഇവിടുത്തെ ചവിട്ടി പുറത്താക്കൂടാ. വെക്കണത് അവിടെ. അച്ഛാ അച്ഛാ, താഴെ എമിലാന്റെ വിളിച്ചോണ്ട് വരട്ടെ. ബാത്റൂമിലേക്കോ? പെണ്ണുങ്ങൾ കാണാൻ പറ്റുന്ന കോലത്തിലാണോടാ അച്ഛന്റെ നിപ്പ്? എടാ നീ പോയി ക്ലീറ്റസ് അങ്കിളോ ലെസ്ലി സായിപ്പോ ഉണ്ടോ നോക്ക്. വേഗം പോടാ എന്റെ പൊശവ. അച്ഛനാ പക്ഷേ ഒന്നുമില്ല. നിന്നെ കാവില് നിർത്തിയപ്പോഴേ വിചാരിച്ചതാ നാട്ടിലുള്ള പെമ്പിള്ളേർക്ക് മുഴുവൻ ടിക്കറ്റ് എടുത്തു കൊടുത്ത് ക്യൂ ആയിട്ട് അകത്തേക്ക് ഇടടാ. എന്റെ പൊന്നച്ചു, നീ ഇതുവരെ യൂണിഫോം ഇട്ടില്ലേ? അച്ഛൻ സമ്മതിക്കണ്ടേ? ഇത്രയും നേരം ഞാൻ അവിടെ കിടക്കായിരുന്നില്ലേ? എങ്കിൽ അവിടെ കിടക്കുമ്പോ നിനക്ക് പറയായിരുന്നില്ലേ ഞാൻ ഇതുവരെ യൂണിഫോം ഇട്ടിട്ടില്ല എന്ന്? എന്നാ അച്ഛൻ വൈകിട്ട് വരെ അവിടെ കിടക്കേണ്ടി വന്നേ. എടാ നിന്ന് 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 തർക്കിക്കാതെ പോയി യൂണിഫോം ഇട്ടുകൊണ്ട് വാടാ കഴുതേ. അച്ഛനാ കഴുത. ഒന്നുമില്ലേ? എന്റെ ഒന്നുമില്ലേ? ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടില്ലേ? ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടില്ലേന്ന്? എന്നാ തലയാട്ടുന്ന കൂടുതൽ നിനക്കൊന്ന് മൂളിക്കൂടെ? ഞാൻ മൂളുന്നുണ്ട്, അച്ഛാ അത് കേൾക്കാത്തോ? മക്കളെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഡോറിന്റെ അടുത്തൊന്നും പോയി നിൽക്കരുതേ. എന്ത് പറഞ്ഞാലും തലയാട്ടുന്ന എന്താ? പിന്നെ തലകുത്തി നിൽക്കണം. തലകുത്തി നിന്റെ മറ്റേ